നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് മനോഹരമായി തുടങ്ങാം. നമ്മുടെ ഹാപ്പിനെസ് 90 ഡേയ്സ് ചലഞ്ചിൽ ഇന്ന് നമ്മൾ ഒന്നാമത്തെ ദിവസത്തെ പറ്റി ചിന്തിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഇന്നലെ മനോഹരമായ ഒരു തീരുമാനമെടുത്തു. ഞാൻ എൻ്റെ സന്തോഷയാത്ര ആരംഭിക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും സാക്ഷ്യപ്പെടുത്തി പ്രതിജ്ഞ ചൊല്ലി. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ എങ്ങനെ നമ്മളെ ജീവിതത്തിൽ സന്തോഷം നിലനിർത്തും, എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിനെ കണ്ടെത്തും എന്നതിനെ കുറിച്ചുള്ള വിശകലനങ്ങളാണ് നടത്തുന്നത്. ഈ യാത്രയിൽ നമ്മൾ ആദ്യത്തെ അല്ലെങ്കിൽ യഥാർത്ഥ പടിയിലേക്ക് കടക്കുകയാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഓരോ മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിന് ശില്പിയും നിർമ്മാതാവുമാണെമ്പോൾ മനസ്സിനെ അറിയുക, ജീവിതത്തെ ആസ്വദിക്കുക എന്ന്. അപ്പൊ എല്ലാവരും അതൊന്ന് ചേർത്ത് പിടിച്ചോളൂ. കമന്റിൽ ഇപ്പൊ തന്നെ എഴുതുക, ഞാൻ എൻ്റെ മനസ്സിനെ അറിയുന്നു, ഞാൻ എൻ്റെ ജീവിതത്തെ ആസ്വദിക്കുന്നു എന്ന് അഫർമേഷനായിട്ട് ഇപ്പോൾ തന്നെ എഴുതുക. ഞാൻ എൻ്റെ മനസ്സിനെ അറിയുന്നു, ജീവിതത്തെ ആസ്വദിക്കുന്നു. ഈ വാക്ക് നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്ന വാക്കുകളാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന ഉറപ്പുള്ള വചനങ്ങൾ അല്ലെങ്കിൽ സാക്ഷാത്കാരങ്ങളാണ്. അപ്പോ ഇന്നത്തെ വിഷയം ഒരു ചെറിയൊരു ചോദ്യത്തിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം. നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് ആരാണ്? ഞാനാണോ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്, അല്ല എൻ്റെ ചിന്തകളാണോ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്? നിങ്ങളൊന്ന് ശാന്തമായി ഈ ചോദ്യം ഉള്ളിലേക്കൊന്ന് ചോദിച്ചു നോക്കൂ. രാവിലെ കണ്ണ് തുറന്ന ഉടനെ പലർക്കും മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്ത എന്താണ്? ഇന്ന് എന്ത് പ്രശ്നം ഉണ്ടാകുമോ എന്തോ, ജോലിയിൽ എന്തൊക്കെ സമ്മർദ്ദങ്ങൾ വരുമോ എന്തോ, പണത്തെക്കുറിച്ചുള്ള വ്യാകുലതകൾ, കുടുംബത്തിലെ വ്യാകുലതകൾ, വയ്യായ്മകളെ പറ്റിയിട്ട്, അരുതായ്മകളെ പറ്റിയിട്ട്, എൻ്റെ ഭാവി എന്താകുമോ, എൻ്റെ മക്കളുടെ അവസ്ഥ എന്താകുമോ, എൻ്റെ ജോലി എത്ര കാലം അവിടെ തുടർന്നു പോകും, ഇങ്ങനെയുള്ള അരുതായ്മകളെ, വേണ്ടാത്തവയൊക്കെ അല്ലേ നമുക്ക് രാവിലെ തന്നെ ചിന്തകളായിട്ട് വരുന്നത്. പക്ഷേ ശരീരം ഇപ്പോഴും കിടക്കയിലാണ്, പക്ഷെ മനസ്സ് ഇതിനകം 100 സ്ഥലങ്ങളിലേക്ക് ഓടിത്തുടങ്ങും. ചിലപ്പോൾ പഴയൊരു വേദനയിലേക്ക് പോകും, ചിലപ്പോൾ ഭാവിയിലേക്കുള്ള ഭയത്തിലേക്കും പോകും, ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞ ഒരു വാക്ക് വീണ്ടും 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 ഓർമ്മിക്കും. നല്ല വാക്കുകളല്ല, ചിലപ്പോൾ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ പോലും സംഭവിച്ചതുപോലെ മനസ്സ് നമ്മളെ പേടിപ്പിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവപ്പെടാറുണ്ടല്ലേ? അനുഭവപ്പെടാറുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ അതിനൊന്ന് സാക്ഷ്യപ്പെടുത്തുക. ശരിയാണ്, എനിക്കിതൊക്കെ അനുഭവിക്കാറുണ്ട്. കാരണം തിരിച്ചറിയലുകൾ, മനസ്സിലാക്കലുകൾ, സാക്ഷ്യപ്പെടുത്തലുകളാണ് ഏറ്റവും വലിയ മാറ്റത്തിന് തുടക്കമെന്നറിയാം. അപ്പൊ ഇപ്പൊ തന്നെ കമന്റിൽ നിന്ന് എഴുതിക്കോളൂ, എൻ്റെ മനസ്സ് അധികം ഓടുന്നു എന്നുള്ളത്. മൈ മൈൻഡ് ഈസ് റണ്ണിങ്. എൻ്റെ മനസ്സ് അധികം ഓടുന്നു എന്നൊന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ. എഴുതിക്കോളൂ, മടിക്കണ്ട. ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ എഴുതിക്കോളൂ. കാരണം ഇത് എഴുതുമ്പോൾ ഇതൊരു കുറവായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട, സാർ ഇതൊക്കെ എഴുതാൻ പറയുന്നു, ഒന്നുമല്ല. ഇതൊരു തിരിച്ചറിവുണ്ടാക്കാൻ വേണ്ടിയിട്ട്. മനസ്സെപ്പോഴും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാരണം എങ്ങനെ ഇത് പ്രവർത്തിക്കുന്നു എന്ന് സത്യസന്ധമായി കാണുന്നതാണ് മനസ്സ് കീഴടക്കാനുള്ള ആദ്യത്തെ പടിയെന്ന്.
അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശരിയായി മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ വരുന്ന ഓരോ ചിന്തയോടും നിങ്ങൾക്കുള്ള ബന്ധം അങ്ങ് മാറും. ചിന്ത വരുന്നത് നിർത്താൻ നിങ്ങൾ ഇപ്പോൾ ശ്രമിക്കാറുണ്ടല്ലേ? പക്ഷെ അത് സത്യമല്ലെന്നും ചിന്തകൾ വരുന്നത് നിർത്തേണ്ടതൊന്നുമില്ലെന്നും, ചിന്തകൾ നമ്മുടെ മനസ്സിനെ കീഴടക്കുന്നതിൻ്റെ തുടക്കമാണ് നിർത്താൻ നമ്മൾ ശ്രമിക്കുന്നത് എന്നും നിങ്ങളൊന്ന് തിരിച്ചറിയുക. നോക്കൂ, പലരും ജീവിതത്തിൽ സമാധാനം തേടുന്നു, നമ്മളെല്ലാവരും അല്ലേ? ചിലർക്ക് യാത്ര പോയാൽ സമാധാനം കിട്ടുമെന്ന് കരുതുന്നു. ചിലർക്ക് പണം കൂടുതൽ കിട്ടിയാൽ സമാധാനം കിട്ടുമെന്ന് കരുതുന്നു. ചിലർക്ക് കുറച്ച് പൈസയെങ്കിലും ഒന്ന് കിട്ടിയാൽ സമാധാനമാകുമല്ലോ എന്ന് വിശ്വസിക്കുന്നു. ചിലർ പറയുന്നു പ്രശ്നങ്ങളെല്ലാം തീർന്നാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ എന്ന്. പക്ഷേ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന ശേഷം മാത്രമേ നിങ്ങൾക്ക് സമാധാനം കിട്ടൂ എന്ന് കാത്തിരുന്നാൽ ഒരുപക്ഷെ ആ ദിവസം വൈകിയോ അല്ലെങ്കിൽ ചിലപ്പോൾ വന്നില്ലെന്നും വരാം. കാരണം ജീവിതം എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതെന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ജോലി വേണമെന്ന് പറയും, ചിലപ്പോൾ കുടുംബത്തിൻ്റെ കാര്യത്തെപ്പറ്റി പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിക്കും, ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നതിനെ പറ്റി പറയും, സമ്പത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ സമ്പത്ത് കൂടുതൽ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കും, ബന്ധങ്ങളെ പറ്റിയിട്ട്, ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ പറ്റിയിട്ട്, അതിൽ പഠിച്ച പാളിച്ചകളെ പറ്റി സംഭവിക്കും, ഉത്തരവാദിത്വങ്ങളെ പറ്റിയിട്ട് പറയും. നോക്കൂ, പ്രശ്നങ്ങൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ അതിനിടയിലുള്ള ആ ഒരു മനസ്സ് എങ്ങനെ നിലനിർത്താം എന്നതാണ് യഥാർത്ഥ പഠനം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രധാന കാര്യം ഇതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യൂണിവേഴ്സൽ സത്യം, പ്രപഞ്ച സത്യം എന്ന് പറയുന്നത് മനസ്സ് എന്നത് ഒരു ടൂള് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഉപകരണം മാത്രമാണ് മനസ്സ്. അല്ലാതെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന നമ്മുടെ യജമാനനൊന്നുമല്ല അത്. പക്ഷെ നമ്മൾ ആ ഉപകരണത്തിൻ്റെ പിടിയിൽപ്പെട്ടു പോകുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. അപ്പോൾ എഴുതിക്കോളൂ, മാസ്റ്റർ മൈ മൈൻഡ്, മാസ്റ്റർ മൈ ലൈഫ്. ഈ മൈൻഡിനെ നമ്മളൊന്ന് മാസ്റ്റർ ചെയ്യാൻ പറ്റുക, അപ്പോൾ നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിൽ നിൽക്കും. മാസ്റ്റർ മൈ മൈൻഡ്, മാസ്റ്റർ മൈ ലൈഫ്. എഴുതിക്കോളൂ. നോക്കൂ, ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. നമ്മുടെ എല്ലാവരുടെ കയ്യിലുമുള്ള സാധനമാണ് മൊബൈൽ, അല്ലേ? എല്ലാവരുടെ കയ്യിലുമുണ്ട്. വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഉപകരണമാണ്, അല്ലേ? ഒരു ടൂളാണ്, ഒരു 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 ഇൻസ്ട്രുമെൻ്റ് ആണ്. ഏറ്റവും വലിയ ഉപകാരം അതിനകത്ത് ലഭിക്കുന്നുണ്ട്. അതിലൂടെ നമ്മൾ ആളുകളോട് സംസാരിക്കുന്നു, പുതിയ അറിവുകൾ നൽകുന്നു, ഇതുപോലെ ക്ലാസ്സുകൾ കേൾക്കുന്നു, ജോലി ചെയ്യുന്നു, കുടുംബവുമായി ബന്ധപ്പെടുന്നു, അങ്ങനെ 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 നിരവധി അനവധിയായ കാര്യങ്ങൾ നമ്മൾ അതിലൂടെ ചെയ്യുന്നു. പക്ഷേ അതേ ഫോൺ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ എന്താകും? രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ, ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ, കുടുംബത്തോട് ഇരിക്കുമ്പോൾ ഫോൺ, ഉറങ്ങുന്നതിന് മുമ്പും ഫോൺ, ഉറങ്ങുമ്പോഴും ഫോൺ. അങ്ങനെ എന്ത് കാര്യവും ഒന്ന് ചിന്തിക്കണമെങ്കിൽ ഫോണിനോട് ചോദിക്കണം, സ്വന്തമായി ഇല്ല. അപ്പൊ ഫോൺ ഉപകരണമാണോ? അത് പകരം നമ്മുടെ മനസ്സിനെ പിടിച്ചെടുക്കുന്ന യജമാനനായി മാറുന്നു, അല്ലേ? ഇതുപോലെ തന്നെയാണ് മനസ്സ്. മനസ്സൊരു അത്ഭുതകരമായ ഉപകരണമാണ്. ചിന്തിക്കാൻ, തീരുമാനിക്കാൻ, സൃഷ്ടിക്കാൻ, പഠിക്കാൻ, സ്നേഹിക്കാൻ, സ്വപ്നം കാണാൻ, ജീവിതം രൂപപ്പെടുത്താൻ മനുഷ്യൻ ലഭിച്ച വളരെ മഹത്തായ ഒരു ശക്തിയാണ് മനസ്സെന്നത്. പക്ഷെ ആ മനസ്സ് അതിൻ്റെ തന്നെ നിയന്ത്രണം വിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? മനുഷ്യന് ശാന്തത നഷ്ടപ്പെടും എന്നതാണ്, അല്ലേ? മനസ്സ് ഒരു മികച്ച സേവകനായിരിക്കണം. പക്ഷെ പലരുടെയും ജീവിതത്തിൽ മനസ്സ് യജമാനനായിരിക്കുന്നു എന്നതാണ് സത്യം. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ ആൾക്കാർ, ഇപ്പോൾ നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ് എൻ്റെ സേവകനാണ്, അല്ലാതെ എൻ്റെ യജമാനനല്ല എന്ന് തിരിച്ചറിഞ്ഞ ആൾക്കാർക്ക് മാത്രമായിട്ട് ഈ വാക്കൊന്ന് ഉപയോഗിച്ചോളുക. മൈ മൈൻഡ് ഈസ് മൈ ടൂൾ. ഒന്ന് എഴുതി നോക്കിയേ.
മൈ മൈൻഡ് മൈ ടൂൾ. മൈ മൈൻഡ് ഇസ് മൈ ടൂൾ. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഒരു ഉപകരണം മാത്രമാണെന്ന് തിരിച്ചറിയുക. എന്തുകൊണ്ട്? നോക്കൂ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വാക്ക് നിങ്ങളോട് ഒന്നുകൂടി സ്ഥാപിക്കുകയാണ്. ഒരു പുതിയ തിരിച്ചറിവ് നിങ്ങളിൽ നിന്ന് നേടുകയാണ്. ഞാൻ എൻ്റെ മനസ്സിനെ ഉപയോഗിക്കണം എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കിവിടെ ലഭിച്ചിരിക്കുന്നു. അല്ലാതെ എൻ്റെ മനസ്സ് എന്നെ ഉപയോഗിക്കരുത് എന്ന് നിങ്ങൾ തിരിച്ചറിയും. അല്ലെങ്കിൽ ഞാനതിനെ കുറച്ച് ലളിതമാക്കി പറയാം. നമ്മുടെ തലച്ചോറിൽ തീരുമാനമെടുക്കാനും കാര്യങ്ങളെ വിലയിരുത്താനും ശാന്തമായും ചിന്തിക്കാനും സഹായിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പഴയ ഓർമ്മകളിലേക്കും ഭാവി പ്രവർത്തന രീതിയിലേക്കുമൊക്കെ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഭാവിയിലെ ആശങ്കകളിലേക്കുമൊക്കെ താരതമ്യങ്ങളിലേക്കൊക്കെ മനസ്സിനെ ഓടിക്കുന്ന ഒരു പ്രവർത്തന രീതിയുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ യാതൊരു കാരണവുമില്ലാതെ മനസ്സ് പഴയ വേദനകളെ തുറന്നു കൊണ്ടുവരുന്നത്. ഇത് ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ്. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യം സംഭവിച്ചാൽ മനസ്സ് അതിനെ വലിയ കഥയാക്കി മെനയാറുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. ഒരാൾ ഒരു ദിവസം നിങ്ങളോട് പതിവ് പോലെ സംസാരിച്ചില്ല എന്ന് കരുതുക. എന്തായിരിക്കും സംഭവിക്കുന്നത്? മനസ്സ് എന്തൊക്കെ പറയും? അവൻ എന്നെ ഇഷ്ടപ്പെട്ടില്ല, അയാൾ എന്നെ മൈൻഡ് ചെയ്തില്ല, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, എല്ലാവരും എന്നെ ഒഴിവാക്കുന്നു, എവിടെ പോയാലും എനിക്ക് സ്വസ്ഥതയില്ല. പക്ഷേ അവൾ ചിലപ്പോൾ സംസാരിക്കാതിരിക്കും. കാരണം ചിലപ്പോൾ അവൾ തിരക്കായിരിക്കാം, അല്ലെങ്കിൽ അവൻ തിരക്കായിരിക്കാം, അല്ലെങ്കിൽ അവൻ മറ്റെന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നമ്മളെ. പക്ഷെ മനസ്സ് എന്തൊക്കെ മെനയും. നോക്കൂ, സംഭവം വളരെ ചെറുതാണ്, പക്ഷേ മനസ്സുണ്ടാക്കുന്ന കഥകൾ വളരെ വലുതാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മെ വേദനിപ്പിക്കുന്നത് സംഭവങ്ങളല്ല, സംഭവത്തെക്കുറിച്ച് മനസ്സുണ്ടാക്കുന്ന കഥകളാണ് എന്നുള്ളതാണ്. ഇത്തരം അനുഭവങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലേ? ആണോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഞാനായിട്ട് എൻ്റെ മനസ്സ് മെനഞ്ഞ കഥകളിൽ ഞാൻ പെട്ടുപോയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുണ്ടാവും അല്ലേ? അങ്ങനെ ആണെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ, എൻ്റെ മനസ്സ് കഥകൾ ഉണ്ടാക്കാറുണ്ട് എന്ന്. ഈ സമ്മതം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം നമ്മൾ മനസ്സിന്റെ കഥകളിൽ സത്യമാണെന്ന് വിശ്വസിക്കുന്നിടത്ത് ആണ് നമ്മുടെ വേദനകൾ തുടങ്ങുന്നത്. അപ്പോൾ മനസ്സിനോട് പറയുക, നീ കഥകൾ മെനയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി മോനെ, ഇനി ഇത് വേണ്ട ദിനേശ എന്ന് പറഞ്ഞേക്കുക. നീ പോ മോനെ ദിനേശ എന്ന് പറഞ്ഞ പോലെ മനസ്സിനോട് പറയുക, മോനെ ദിനേശ ഇത് വേണ്ട. ഒരു ചെറിയ പരാജയം വന്നാൽ മനസ്സ് പറയും, നിനക്കൊന്നും സാധിക്കില്ല. ഒരു ചെറിയ വിമർശനം കേട്ട മനസ്സ് പറയും, എല്ലാവരും നിന്നെ കുറച്ച് കാണുന്നവനാണ്. ഒരു കാര്യത്തിൽ താമസം സംഭവിച്ചു പോയാൽ മനസ്സ് പറയും, ഓ എല്ലാം പോയെന്നേ. ഒരു ചെറിയ രോഗലക്ഷണം വന്നു കഴിഞ്ഞാൽ മാത്രം മതി, മനസ്സപ്പം പറയും, എനിക്ക് വലിയ രോഗം വരാൻ പോകുന്നു. ഒരാൾ നിങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്ന മനസ്സ് പറയും, അയാൾ എന്നെ ഒഴിവാക്കി. ഇതെല്ലാം സത്യമാണോ? പലപ്പോഴും അല്ല എന്ന് തന്നെയാണ് നമ്മൾ അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മളത് സത്യമായി വിശ്വസിക്കുമ്പോൾ ശരീരം തന്നെ അതിനനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങും, പ്രതികരിച്ചു തുടങ്ങും. ഹൃദയമിടിപ്പ് കൂടും, ശ്വാസം ചെറുതാകും, ശരീരം മുറുകും, ഉറക്കം പോകും. പിന്നെ നാം പറയും, എൻ്റെ ജീവിതത്തിൽ സമാധാനമേ ഇല്ല. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ചിന്ത വന്നു, നാം അതിൻ്റെ പിന്നാലെ അങ്ങ് പോയി. ആ ചിന്ത ഒരു കഥയായി, ആ കഥ ഒരു വികാരമായി, ആ വികാരം ശരീരത്തെ ബാധിച്ചു, പിന്നെ നമ്മുടെ ദിവസത്തെ മുഴുവൻ ബാധിച്ചു. അപ്പൊ ഇന്നു മുതൽ നിങ്ങൾ ആ ഒരു പുതിയ കഴിവ് പഠിക്കുകയാണ്, ചിന്തയെ കാണുക എന്നുള്ളത്. ചിന്ത വന്നാൽ ഉടനെ അതിൻ്റെ പിന്നാലെ ഓടരുത്. ഒരു നിമിഷം നിൽക്കുക, ആ ചിന്തയെ നോക്കുക, പിന്നെ ശാന്തമായി പറയുക, ഇത് എൻ്റെ ഒരു ചിന്ത മാത്രമാണ്, ഇത് ഞാനല്ല എന്നുള്ളത്. പറയുമ്പോൾ ഈ വാക്ക് ചെറുതായിരിക്കാം, പക്ഷെ അതിന് ശക്തി വളരെ വലുതാണ്. കാരണം ആ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തയിൽ നിന്ന് ചെറിയൊരു അകലം സൃഷ്ടിക്കാൻ തുടങ്ങും. ആ അകലം തന്നെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ തുടക്കം. നമ്മൾ പലപ്പോഴും ചിന്തയുമായി ഒന്നായി പോകുന്നതാണ് യഥാർത്ഥ വിഷയം. എനിക്ക് പേടിയാണ് എന്ന് പറയുമ്പോൾ നാം പേടി തന്നെയായി മാറുന്നു എന്നുള്ളതാണ്.
പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ നിങ്ങളതിനെ കാണുന്നവനായി മാറുന്നു എന്നുള്ള ഇതാണ് വ്യത്യാസം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളല്ലെന്നും നിങ്ങളുടെ ചിന്തകളെ കാണുന്ന ബോധമാണെന്നും മനസ്സിലാക്കുക. ഭാരതീയ സംസ്കാരത്തിൽ ഒരു പരമ്പരകൾ മുഴുവൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് മനോബുദ്ധഹങ്കാര ചിത്താനിനാഹം, ഇതൊന്നുമല്ല ഞാനൊരു ബോധം മാത്രമാണെന്നുള്ള തിരിച്ചറിവ്. അപ്പോൾ ഈ വരി നിങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെക്കുക, ഞാൻ എൻ്റെ ചിന്തകളല്ല എന്ന്. ഇതൊരു ആത്മീയ വാചകം മാത്രമായിട്ടല്ല, പ്രായോഗിക ജീവിത രീതിയാണ്. വീട്ടിൽ ആരെങ്കിലും പറഞ്ഞ ഒരു വാക്ക് നിങ്ങളെ വേദനിപ്പിക്കുന്നുവെങ്കിൽ, ജോലിയിൽ പ്രശ്നം വരുമ്പോൾ, പണത്തെക്കുറിച്ച് ആശങ്കകൾ വരുമ്പോൾ, ആ പഴയ ഓർമ്മകൾ മനസ്സിൽ വരുമ്പോൾ ഉടനെ അതിൽ വീഴാതെ അതൊരു വെറും ചിന്തകൾ മാത്രമാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ചിന്തകളെ വേർതിരിച്ച് കാണുന്ന രീതി ഇന്നു മുതൽ നിങ്ങൾ തുടങ്ങുക. ഏതൊരു ചിന്ത വരുമ്പോഴും ചിന്ത മാത്രമാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഈ പരിശീലനം എന്ന് നടത്തുക. ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് എന്ന ക്ലാസ്സിൽ ഞാൻ വളരെ വിശദമായി തന്നെ എങ്ങനെയൊക്കെ ചിന്തകളെ നമ്മൾ വേർതിരിക്കാം, ചിന്തകളെ വേർതിരിക്കുന്ന ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, അതെങ്ങനെ പരിശീലിക്കാമെന്നൊക്കെ വളരെ വിശദമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വെറുതെ കേട്ട് വിട്ടുകളയേണ്ട കാര്യങ്ങളല്ല. വീഡിയോ കണ്ട് നോക്കി ആസ്വദിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ തലങ്ങളെ വേർതിരിക്കാനും ചിന്തകളെ തിരിച്ചറിയാനുമുള്ള ഒരു പ്രഭാഷണമാണ് നടത്തിയത്. ഒരിക്കൽ കേട്ട് വിട്ടുകളയേണ്ട വീഡിയോ ആയിട്ടല്ല ഇത് നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. മനസ്സ് നിയന്ത്രണം വിട്ടു പോകുമ്പോൾ, ദിവസങ്ങളിൽ അമിത ചിന്ത വരുമ്പോൾ, നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ ഈ വീഡിയോ നിങ്ങൾ വീണ്ടും വീണ്ടും ഒന്ന് കേൾക്കാൻ സൂക്ഷിച്ചു വെക്കുക. കാരണം അപ്പോൾ മാത്രമാണ് നമുക്ക് ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനെപ്പറ്റി വലിയ വിശദമായി നിങ്ങൾക്ക് ഒന്നും ഇമ്പോർട്ടൻസ് തോന്നിയെന്ന് വരില്ല. പക്ഷേ ചില സമയത്ത് നമ്മളല്ലാതായി മാറാറുണ്ടല്ലേ, ആ സമയത്തിലേക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് സൂക്ഷിച്ചു വെച്ചോളൂ. ചില ആശയങ്ങൾ ഒരിക്കൽ കേൾക്കാനുള്ളതല്ല, മനസ്സിൽ പതിയുന്നത് വരെ വീണ്ടും വീണ്ടും കേൾക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോസ് വരുമ്പോൾ ഒന്നതിനെ സേവ് ചെയ്ത് വെച്ചേക്കുക. ഡോക്ടർ ദിനേശ് മുങ്ങത്തെന്ന് ഏത് സമയത്തും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ലഭിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചിന്തകളെ ഒന്ന് വിശദമായി ശ്രദ്ധിക്കുക. എന്നിട്ട് രാത്രി ഇതേ ചാനലിൽ വന്നിട്ട് ഇതേ വീഡിയോൻ്റെ താഴെ നിങ്ങളൊരു സാക്ഷ്യപ്പെടുത്തൽ കൂടി നടത്തുക. നിങ്ങൾക്ക് നിങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ഉറപ്പിക്കാനായിട്ടുള്ള പ്രതിജ്ഞ നിങ്ങൾ ഏറ്റെടുക്കുക. 1-ാം ദിവസത്തെ എൻ്റെ ശ്രദ്ധ ഞാൻ പൂർത്തിയാക്കി, എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ ചിന്തകളല്ല എന്ന്. ഈ വരി നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു പുതിയ സന്ദേശം നൽകും. ഇനി ഞാൻ എൻ്റെ എല്ലാ ചിന്തകളെയും വിശ്വസിക്കില്ല, ഞാൻ അവയെ ശ്രദ്ധിച്ചു നോക്കുമെന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കും. ഇതാണ് ജീവിതത്തെ മാറ്റത്തിൻ്റെ തുടക്കം. രാത്രി ഉറക്കത്തിന് മുമ്പ്, ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായി നിങ്ങളിന്ന് ശ്രദ്ധിച്ചു എന്ന് നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുക. നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ഇത് എല്ലാ ദിവസവും ഇതൊന്ന് കേട്ടു നോക്കുക. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നു, അപ്പോൾ ഈ സീരീസ് 90 ദിവസത്തെ നമ്മുടെ ഈ പരമ്പരകളെ ഒന്ന് നിങ്ങൾ പ്ലേലിസ്റ്റാക്കി വെക്കുക. അതുപോലെ തന്നെ നിങ്ങളെ അമിത ചിന്തകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഫ്രണ്ട്സുകൾ നിങ്ങൾക്കുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ ഉണ്ടാവാം, പ്രവാസ സുഹൃത്തുക്കൾ ഉണ്ടാവാം. ഗൾഫിലിരുന്നു കൊണ്ട് മലയാളി ഒറ്റയ്ക്കിരുന്ന് ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. പരീക്ഷയെക്കുറിച്ചിട്ടും ജോലിയെക്കുറിച്ചും ആശങ്കയിൽ നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങളെ എനിക്കറിയാം. ഒരു കുടുംബനാഥൻ പണത്തിൻ്റെ ഭാരം കൊണ്ട് ഉള്ളിൽ തളർന്നിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളെ അറിയാം. ഒരമ്മ വീട്ടിലെല്ലാവരെയും നോക്കിയിട്ടും ഉള്ളിൽ ശാന്തതയില്ലാതിരിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തേക്കുക. ചിലപ്പോൾ ഈ ഒരു ആശയം തന്നെ അവർക്ക് വലിയൊരു ആശ്വാസമായി മാറിയേക്കാം. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങായും തണലായി നിൽക്കുക എന്ന് പറയുന്നത്
പണം കടം കൊടുത്തുകൊണ്ട് മാത്രമല്ല സംഭവിക്കുന്നത്. ഇത്തരം തിരിച്ചറിവുകൾ അതിനുവേണ്ടി അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ 90 ദിവസത്തെ യാത്ര പൂർണ്ണമായി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൂടെ അങ്ങ് ചേർത്തേക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. സൂമിലേക്ക് വരാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലെ ഭാഗമായി എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. പറ്റാത്തവർക്ക് യൂട്യൂബിൽ തന്നെ കാണാം. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം മറ്റൊരു കാര്യം വിശദമായി സംസാരിക്കുന്നു. ഓർക്കുക, മനസ്സിനെ അറിയുമ്പോൾ മാത്രമേ ജീവിതത്തെ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ തീരുമാനം ഇതാണ്: ഞാൻ എൻ്റെ ചിന്തകളല്ല, അതിനെ കാണുന്ന ഒരാൾ മാത്രമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇതുപോലത്തെ പരിശീലനങ്ങൾ മുഴുവൻ വിശദമായി തന്നെ നിങ്ങൾക്ക് ഗൈഡിങ്ങളോടുകൂടി മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി നിങ്ങൾ എന്ത് സംഭവിക്കുന്നു എന്ന്, അല്ലെങ്കിൽ ഇതെങ്ങനെ എനിക്ക് മാറ്റപ്പെടുത്തണമെന്ന് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ സാധിക്കാത്തവർക്കായിട്ട് നമ്മളിവിടെ മെമ്പർഷിപ്പുകളുണ്ട്, കോച്ചുമാരുണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്. രാവിലെ ഈ ക്ലാസ് കഴിഞ്ഞാൽ, രാവിലത്തെ മെഡിറ്റേഷൻ കഴിഞ്ഞാൽ എല്ലാ ദിവസവുമുള്ള മെഡിറ്റേഷൻ പ്രോസസ്സുകളുണ്ട്, രാവിലെയും വൈകിട്ട് രാത്രിയിലും. അതുപോലെ ക്ലാസ് രാവിലെ 10:30 മണിക്കുണ്ട്, 2:30 മണിക്കുണ്ട്, 7 മണിക്കുണ്ട്, 8:30 മണിക്കുണ്ട്, 10 മണിക്കുണ്ട്, 11:30 മണിക്കുണ്ട്. ഇത്രയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. സമയവും സന്ദർഭവും അനുസരിച്ച് നിങ്ങൾ കയറി വരാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അഡ്മിനെ വിളിക്കാം, സംസാരിക്കാം. ജീവിതത്തിലെ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുക. നന്ദി, നമസ്കാരം.